സജ്ജനങ്ങളെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പുരാണങ്ങളിൽ രാജാക്കന്മാർക്ക് ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. വീരശൂര പരാക്രമികളായ ചക്രവർത്തിമാർക്ക് തങ്ങളുടെ മക്കളെ കന്യാദാനം ചെയ്തു കൊടുക്കുവാൻ അന്നത്തെ രാജാക്കന്മാർ ഉത്സുകരായിരുന്നു. സ്വീകരിക്കുന്ന കന്യകമാരോട് ആ രാജ്യവും കന്യകമാരെ പരിണയിക്കുന്ന രാജാവിന് പ്രാപ്തമാകുമായിരുന്നു. വാൽമീകി രാമായണത്തിൽ ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരെ ഉള്ളൂ എങ്കിലും കാലദേശങ്ങൾക്ക് അനുസരിച്ച് രചിക്കപ്പെട്ട രാമായണങ്ങളിൽ ഭാര്യമാരുടെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഭൗമചര്യത്തിൽ ദശരഥൻ്റെ 500 ഭാര്യയെ പറ്റി പറയുന്നുണ്ട്. അതിൽ രാമൻ്റെ മാതാവിൻ്റെ പേര് അപരാജിത എന്നാണ്. ആനന്ദരാമായണത്തിൽ ദശരഥന് 3 പട്ടമഹർഷിമാരെ കൂടാതെ 700 പത്നിമാർ വേറെയും ഉള്ളതായി അറിയുന്നു. കൃത്തിവാസ രാമായണത്തിലും സരളദാസ മഹാഭാരതത്തിലെ രാമോപാഖ്യാനത്തിലും ദശരഥന് 750 ഭാര്യമാരാണ് ഉള്ളത്. ആസാമിയ ബാലഖണ്ഡത്തിൽ ഇവരുടെ എണ്ണം 700 ആണ്. ഉറിയ വിചിത്ര രാമായണത്തിൽ 21 പട്ടമഹർഷിമാരെ പറ്റി പറയുന്നു. വാൽമീകി രാമായണത്തിൽ തന്നെ രാമൻ വനവാസത്തിന് പോകുന്ന സമയത്ത് 350 മാതാക്കളോട് യാത്ര ചോദിക്കുന്നതായി പറയുന്നുണ്ട്. ചില ജൈന ബൗദ്ധ രാമകഥകളിൽ ദശരഥൻ്റെ പത്നിമാരുടെ എണ്ണം 4 കാണുന്നു. അപരാജിത അതായത് കൗസല്യ, കൈകേയി, സുമിത്ര, സുപ്രഭ ശത്രുഘ്നൻ്റെ മാതാവ് എന്നിങ്ങനെ. പത്മപുരാണത്തിലും 4 ദശരഥ പത്നിമാരുടെ പേരുകളുണ്ട്. അതിൽ ഭരതൻ്റെ മാതാവിൻ്റെ പേർ സുരൂപ എന്നാണ്. തിബറ്റ് രാമായണത്തിലും കോത്താനി രാമായണത്തിലും ദശരഥന് 2 ഭാര്യമാരെ ഉള്ളൂ. ഇന്തോനേഷ്യയിലെ രാമായണത്തിലും ദശരഥൻ്റെ 2 ഭാര്യമാരെ പറ്റിയേ പരാമർശിക്കുന്നുള്ളൂ. സേരീരാം എന്ന രാമകഥയിലെ ദശരഥൻ രാജധാനി നിർമ്മിക്കുന്ന സമയത്ത് മുളങ്കൂട്ടത്തിനിടയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി കണ്ട മന്ദൂദാരിയെ വിവാഹം കഴിക്കുന്നു. ആ വിവാഹ സമയത്ത് ദമ്പതിമാർ സഞ്ചരിച്ചിരുന്ന മഞ്ചലിൻ്റെ നടുഭാഗം പിളരുകയും അപ്പോൾ ബലിയാഭരി എന്നു പേരായ കന്യക അതിനെ താങ്ങി നിർത്തുകയും ചെയ്തത്രേ. പിന്നീട് വലിയാഭരിയെയും അദ്ദേഹം വിവാഹം കഴിക്കുകയും അവൾക്ക് ജനിക്കാനിരിക്കുന്ന പുത്രന് രാജ്യം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ജാവയിലെ സേരത് കാണ്ഡത്തിൽ ദശരഥൻ ആദ്യം മുളങ്കൂട്ടത്തിൽ കാണുന്നത് ബലിയാദാരു എന്ന അപ്സരസിനെയാണ്. അവളെ വിവാഹം കഴിക്കുന്ന സമയത്ത് അതേ സ്ഥാനത്ത് കണ്ട ബന്ധോദരിയെയും അദ്ദേഹം വിവാഹം കഴിക്കുന്നു. ബന്ധോദരി എന്ന പേർ പിന്നീട് ദേവോഭാഗി എന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് വളരെ കാലം സദ്ഭാവനയോടെ രാജ്യഭരണം നടത്തിയതിനു ശേഷം വിധിവിഹിതം തടുക്കാൻ സാധിക്കയാൽ പുത്രദുഃഖത്താൽ തന്നെ അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നു. ദശരഥൻ്റെ ഭക്തിമാരെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുവരെ നന്ദി, നമസ്കാരം.